ഈസ് ഇംഗ്ലീഷ്. നമുക്ക് ഈ വീഡിയോയിൽ കവൻട്രി പാറ്റ്മോർ എഴുതിയിട്ടുള്ള ദ ടോയ്സ് എന്ന കവിത ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ടോയ്സ് എന്ന കവിതയെ എനി വുമണുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ. അപ്പോൾ എനി വുമൺ എന്ന കവിത നമ്മൾക്ക് അറിയുന്ന പോലെ തന്നെ അതിലെ സ്പീക്കർ ഒരു മദറാണ്. എന്നാൽ ദ ടോയ്സിലെ സ്പീക്കർ ഒരു ഫാദറാണ്. അപ്പോൾ എനി വുമണിൽ എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഒരു മദറിൻ്റെ ഒരു പ്രാർത്ഥനയാണല്ലേ, ദൈവത്തിനോടുള്ള പ്രാർത്ഥനയാണ്. അതായത് തൻ്റെ മക്കൾ വളർന്ന് വലുതാകുന്നത് വരെയെങ്കിലും എൻ്റെ ആയുസ്സിനെ എടുക്കല്ലേ, എൻ്റെ ആയുസ് നീട്ടിത്തരണേ, എനിക്ക് ആയുസ് നീട്ടിത്തരണം, എൻ്റെ മക്കൾ വലുതാകുന്നത് വരെ എന്നുള്ളതായിരുന്നു പ്രാർത്ഥന. എന്നാൽ ഇവിടെ ദ ടോയ്സിൽ ഒരു പിതാവിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. സ്പീക്കർ ഒരു ഫാദറാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദ ടോയ്സ് എന്ന കവിതയിൽ മദർ മരിച്ചിട്ടുണ്ട്. ശേഷം ഒരു ആൺകുഞ്ഞിനെ നോക്കുന്ന, അല്പം വികൃതിയായിട്ടുള്ള ഒരു ആൺകുഞ്ഞിനെ നോക്കുന്ന ഒരു പിതാവിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവം വലിയ വലിയ മനസ്സിന് ഉടമയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കുഞ്ഞ് ചെറിയ കുസൃതികളൊക്കെ കാണിക്കുന്ന സമയത്ത് പിതാവിനത് പൊറുക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ 1 തവണ 2 തവണ 3 തവണയൊക്കെ ചെയ്തേക്കാം. പക്ഷേ 7ഉം 8ഉം തവണയൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് വിപരീതമായിട്ട് കുഞ്ഞ് ചെയ്യുമ്പോൾ പിതാവ് ഈ ആൺകുഞ്ഞിനെ അടിക്കുന്നു. അപ്പോൾ അടി കൊണ്ട് സങ്കടപ്പെട്ട് ഈ കുഞ്ഞെന്താണ് നേരെ പോയി കിടന്നുറങ്ങുകയാണ്. സാധാരണ ഈ പിതാവ് എന്നും കുഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപ്, ഞാൻ പറയുന്നത് ദ ടോയ്സിൻ്റെ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള സമ്മറിയാണ്. അപ്പോൾ കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് പിതാവ് കുഞ്ഞിന് ചുംബനം നൽകിയിട്ടാണ് പറഞ്ഞേക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ അടി കൊടുക്കുകയും ചെയ്തു, അതുപോലെ തന്നെ ചുംബനം നൽകിയതുമില്ല. കുഞ്ഞ് വളരെ സങ്കടത്തോടെ കരഞ്ഞ് പോയി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം പിതാവ് ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ ഈ കുഞ്ഞ് ശരിക്കും ഉറങ്ങുമോ? അതായത് ഇപ്പോൾ ഇത്രയും സങ്കടം വന്ന സ്ഥിതിക്ക്, കാരണം മാതാവ് മരിച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഭയങ്കര പേഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പുറത്തു കൊടുക്കുന്ന, കുഞ്ഞിൻ്റെ എല്ലാ കുസൃതികളും പുറത്തു കൊടുക്കുന്ന ഒരു അമ്മയായിരുന്നു. അമ്മ അപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് ശരിക്കും അമ്മയില്ലാത്ത കുഞ്ഞാണ്. അപ്പോൾ ഈ കുഞ്ഞിന് കരഞ്ഞിരിക്കുമെന്ന് കരുതിയിട്ട് ഇവൻ്റെ ബെഡ്റൂമിൽ പോയി നോക്കുകയാണ് പിതാവ്. അപ്പോൾ ശേഷം എന്താണ് സംഭവിക്കുന്നത് കവിത എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി +2 ടെക്സ്റ്റ് ബുക്കിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ കൂടുതൽ ലെസൺസ് നിങ്ങൾക്കിപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് സെക്ഷനിൽ നിന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഇനി അതല്ല, മറ്റേതെങ്കിലും ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിലും പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് കാണാം. നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വരാം. ദ ടോയ്സ് ബൈ കവൻട്രി പാറ്റ്മോർ. ഒരു ഇംഗ്ലീഷ് പോയിറ്റാണ് കവൻട്രി പാറ്റ്മോർ. ഇവിടെ ടോയ്സ് എന്ന് പറയുമ്പോൾ കളിപ്പാട്ടങ്ങൾ, നമ്മുടെ ഈ ഒരു കവിതയിൽ കളിപ്പാട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ കളിപ്പാട്ടാണെങ്കിലും ഇതിൻ്റെ ഒരു മെറ്റഫറിക്കൽ മീനിങ് ആയിട്ട് വരുന്നത് എർത്ത്ലി പ്ലഷേഴ്സാണ്. അതായത് ഈ ഭൂമിയിലെ ഒരുപാട് സന്തോഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ കവിതയുടെ അവസാനം പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വലിയ മനസ്സിനെ കുറിച്ചാണ് കവൻട്രി പാറ്റ്മോർ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഓതർ പറയുന്നത്, ഇവിടെ സ്പീക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞ് പലതവണ പിതാവ് പറഞ്ഞ കാര്യം തെറ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിതാവ് കുഞ്ഞിനെ അടിക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നമ്മൾ തെറ്റിച്ച് നടക്കുന്നു. പക്ഷേ ദൈവം അതിന് ഒരു ഫാദറിൻ്റെ ഫിഗറിലൂടെ നിന്നുകൊണ്ട് മനുഷ്യന്മാരോട് പൊറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഫാദർ, ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ഫാദറിനേക്കാളേറെ കൂടുതൽ ഫാദർലിയാണ് ദൈവം. അതായത് ഒരു പിതാവിൻ്റെ സ്നേഹം ദൈവത്തിനാണ് കൂടുതലുള്ളത് മനുഷ്യനേക്കാളേറെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് വരാം. ഇനി ഈ ഫാദർ പറയാണ്, മൈ ലിറ്റിൽ സൺ ഹു ലുക്ക്ഡ് ഫ്രം തോട്ട്ഫുൾ ഐസ് ആൻഡ് മൂവ്ഡ് ആൻഡ് സ്പോക്ക് ഇൻ ക്വൈറ്റ് ഗ്രോൺ അപ്പ് വോയ്സ്. പിതാവ് പറയാണ്, എൻ്റെ മകൻ ഹു ലുക്ക്ഡ് ഫ്രം തോട്ട്ഫുൾ ഐസ്, വളരെ ചിന്തിക്കുന്ന കണ്ണുകളോടെ അതിൽ നിന്നും എന്നെ നോക്കി. അപ്പോൾ ഇവിടെ തോട്ട്ഫുൾ ഐസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. സിനിക് ഡെക്കയാണ് കേട്ടോ, സിനിക് ഡെക്കയാണ് ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച്, സിനിക് ഡെക്ക്. ശരിക്കും ഐസ് അല്ല തോട്ട്ഫുൾ ആയിട്ടുള്ളത്, ആ ബോയിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ്. അത് ഇങ്ങോട്ട് തിരിച്ച് കണ്ണുകളിലേക്ക് മാറ്റുമ്പം ഈ തോട്ട്ഫുൾ ബോയ് എന്നോ തോട്ട്ഫുൾ മാൻ എന്നൊക്കെ ഉള്ളത് ഇങ്ങോട്ട് തിരിച്ച് ഐസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് സിനിക് ഡെക്കി എന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് വരുന്നത്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്കിത് ഒരു ആക്ടിവിറ്റി മാത്രമുള്ളൊരു കവിതയാണ് കേട്ടോ. ഇനി ആൻഡ് മൂവ്ഡ് ആൻഡ് സ്പോക്ക് ഇൻ ക്വൈറ്റ് ഗ്രോൺ അപ്പ് വൈസ്, ഗ്രോൺ അപ്പ് ആസ് ദോ, അതായത് വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെയാണ് ഈ കുഞ്ഞ് സംസാരിച്ചത്. അതായത് കുറച്ചുകൂടെ മോശമായി പരുക്കനായിട്ടാണ് പിതാവിനോട് കുഞ്ഞ് സംസാരിച്ചത്.
ഹാവിങ് മൈ ലോ ദ 7th ടൈം ഡിസൊബേഡ്. പിതാവ് പറയാണ് ഹാവിങ് മൈ ലോ എന്ന് പറയുമ്പോൾ നിയമമല്ല, ഇവിടെ ഇൻസ്ട്രക്ഷനാണ്. പിതാവ് നൽകിയ ഇൻസ്ട്രക്ഷൻ. 7th ടൈം ഡിസൊബേഡ്, 7ാമത്തെ തവണ ഡിസൊബേ ചെയ്തു. ഈ കുട്ടി തെറ്റിച്ചു, ഡിസൊബേ ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. അച്ഛൻ പറഞ്ഞത് 7 തവണ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. ആ സമയത്ത് പിതാവ് എന്ത് ചെയ്തു? ഐ സ്ട്രക്ക് ഹിം എന്ന് പറഞ്ഞാൽ ഐ ബീറ്റ് ഹിം, ഞാൻ അവനെ തല്ലി. ആൻഡ് ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റ് അവേ, ഞാൻ അവനെ പറഞ്ഞയച്ചു. വിത്ത് ഹാർഡ് വേർഡ്സ്, പരുക്കൻ വാക്കുകളോടെ. ആൻഡ് അൺകിസ്ഡ്, അവന് ചുംബനം നൽകിയതുമില്ല. സാധാരണ അവൻ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുൻപ്, അവൻ ഉറങ്ങുന്നതിന് മുൻപ് അവനെ പിതാവ് ചുംബനം നൽകിയിട്ടാണ് പറഞ്ഞയക്കാറുള്ളത്. പക്ഷേ ഇന്ന് അനുസരണക്കേട് വീണ്ടും കാണിച്ചപ്പോഴെന്താണ്, അവന് തല്ലുക മാത്രമല്ല ചെയ്തത്, അവനെ കിസ് ചെയ്യാതെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇനി അമ്മയെക്കുറിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. ഹിസ് മദർ ഹു വാസ് പേഷ്യൻറ്റ്. ഇവൻ്റെ മദർ ഭയങ്കര പേഷ്യൻ്റ് ആയിരുന്നു, അതായത് നല്ല ക്ഷമാശീലം ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു. ബീങ് ഡെഡ്, ആ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. ദെൻ ഫിയറിങ് ലെസ്റ്റ് ഹിസ് ഗ്രീഫ് ഷുഡ് ഹിൻഡർ സ്ലീപ്പ്, ഐ വിസിറ്റഡ് ഹിസ് ബെഡ്. ഇനി എന്താണ് പറയുന്നത്? ദെൻ ഫിയറിങ്, ഈ പിതാവ് ഭയപ്പെടുകയാണ്. ലെസ്റ്റ്, ഇല്ലെങ്കിൽ ഹിസ് ഗ്രീഫ് എന്ന് പറയുമ്പോൾ സാഡ്നെസ്, ദുഃഖം, ആ ബോയിൻ്റെ ദുഃഖം. ഷുഡ് ഹിൻഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ബ്ലോക്ക്, തടസ്സപ്പെടുത്തുക എന്നാണ്. സ്ലീപ്പ്, അതായത് പിതാവിന് പോയിട്ട് ഇവൻ ഉറങ്ങിയൊന്ന് നോക്കണം, ഇവൻ്റെ ബെഡ്റൂമിൽ പോകണം, ഇല്ലെങ്കിൽ എന്താ അവന് ഉറങ്ങാതെ രാത്രി ഫുള്ള് വിഷമിച്ചിരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പിതാവ് എന്ത് ചെയ്തു? ഐ വിസിറ്റഡ് ഹിസ് ബെഡ്, അവൻ്റെ ബെഡ് വിസിറ്റ് ചെയ്തു. ബട്ട് ഫൗണ്ട് ഹിം സ്ലംബറിങ് സ്ലീപ്പിംഗ് ഡീപ്പ്, ഗാഢമായിട്ട്. അപ്പോൾ ബോയ് എന്താണ്, ശരിക്കും നന്നായിട്ട് ഉറങ്ങുന്നതാണ് പിതാവ് കാണുന്നത്. എങ്ങനെയാണ് ഉറങ്ങുന്നത്? വിത്ത് ഡാർക്കൻഡ് ഐലിഡ്സ് എന്ന് പറഞ്ഞാൽ കൺപോളകൾ, കണ്ണിൻ്റെ പോളകൾ. അപ്പോൾ കൺപോളകളെല്ലാം ഡാർക്കൻ ആയിട്ടുണ്ട്. എന്താ കാരണം? കരഞ്ഞ് കറുത്ത നിറമായിട്ടുണ്ട് അവൻ്റെ ആ ബോയിയുടെ കൺപോളകൾ. ആൻഡ് ദെയർ ലാഷസ് വെറ്റ്, ഐലാഷസ്, കൺപീലികളൊക്കെ വെറ്റ്, നനഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ട്. ഫ്രം ഹിസ് ലേറ്റ് സോബിങ് എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരയില്ല. അവനിങ്ങനെ തേങ്ങി വിഷമം വരും, അല്ലാത്ത വിഷമം വരുമ്പോഴാണ് തേങ്ങി കയറുക. അങ്ങനെ തേങ്ങി കരഞ്ഞിട്ട് അവൻ്റെ ഐലാഷെല്ലാം വെറ്റ് നനഞ്ഞിട്ടുണ്ട്. ആൻഡ് പിതാവ് പറയാം, ഐ വിത്ത് മോൻ, ഞാനും ചെറിയ വിഷമത്തിൽ ഞാനും കരഞ്ഞു. ഐ വിത്ത് മോൻ കിസ്സിങ് എവേ ഹിസ് ടിയേഴ്സ്, അവൻ്റെ ടിയേഴ്സ്, അവൻ്റെ കണ്ണുനീർ തുള്ളികൾ ഞാനെന്ത് ചെയ്തു? ചുംബിച്ചുകൊണ്ട്. അന്ന് പിതാവ് ചുംബിച്ചില്ലെന്ന് പറഞ്ഞല്ലോ, അതിന് പകരം ഇവിടെ ചുംബിക്കുകയാണ് പിതാവ് മകനെ. അങ്ങനെ ചുംബിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ചുംബിച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ തുള്ളികളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ തുടച്ചു എന്നാണ് പിതാവ്. കിസ്സിങ് എവേ ഹിസ് ടിയേഴ്സ് ലെഫ്റ്റ് അതേഴ്സ് ഓഫ് മൈ ഓൺ. അപ്പോൾ പിതാവ് ചുംബിച്ചുകൊണ്ട് മകൻ്റെ കണ്ണുനീർ തുള്ളികൾ അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞു. പക്ഷേ പിതാവിൻ്റെ കണ്ണുനീർ തുള്ളികൾ അവിടെ വരികയാണ്. ഫോർ ഓൺ എ ടേബിൾ ഡ്രോൺ ബിസൈഡ് ഹിസ് ഹെഡ്. ഇനി ബോയുടെ അരികിൽ അവൻ എന്ത് ചെയ്തു? ബോയ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ടേബിൾ ഇങ്ങനെ ഡ്രോൺ വലിച്ചു വെച്ചിട്ടുണ്ട് ബിസൈഡ് ഹിസ് ഹെഡ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ, നിയർ. അപ്പോൾ അവൻ്റെ തലക്ക് ഭാഗത്തായിട്ട് ഒരു ടേബിള് അവനിങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട്. ഹി ഹാഡ് പുറ്റ്, അതിലവൻ വെച്ചിട്ടുണ്ട് വിത്തിൻ ഹിസ് റീച്ച്, അവന് കയ്യെത്തുന്ന ദൂരത്ത് എന്തൊക്കെ? എ ബോക്സ് ഓഫ് കൗണ്ടേഴ്സ്, ഒരു ബോക്സ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കരുക്കളാണ്. അതായത് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ എണ്ണാൻ പറ്റുന്ന 1, 2, 3 ഇങ്ങനെ എണ്ണാൻ പറ്റുന്ന ചെറിയ കരുക്കൾ. ഓക്കെ, അത് പല ഷേപ്പിലാവാം. ഓക്കെ, ഇങ്ങനെ ചെറിയ കരുക്കൾ, ഇങ്ങനെ ചെറിയ കോയിൻ പോലെയുള്ള കരുക്കൾ. അവന് ചെറിയ കുട്ടികളില്ല, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ച് കളിക്കും. അപ്പോൾ ബോക്സ് ഓഫ് കൗണ്ടേഴ്സ് ഉണ്ട്. ആൻഡ് റെഡ് വെയിൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ റെഡ് ലൈൻസ് ഉള്ള സ്റ്റോൺ. മേ ബി അവൻ വരച്ചതായിരിക്കാം പെയിൻ്റ് കൊണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ നല്ല ഉരുളങ്കല്ലൊക്കെ ആയിരിക്കും, അതും ഇങ്ങനെ റെഡ് കളറിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ റെഡ് വെയിൻഡ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, ഫിഗർ ഓഫ് സ്പീച്ച്. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷനാണ്. കാരണം വെയിൻ ഉള്ളത് മനുഷ്യനാണ്, ആ മനുഷ്യൻ്റെ ക്വാളിറ്റി സ്റ്റോണ് ഇനി ആനിമേറ്റ് ഒബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്നു. സോ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. ഇനി എ പീസ് ഓഫ് ഗ്ലാസ്, ഒരു പീസ് ഓഫ് ഗ്ലാസ് ഉണ്ട്. അബ്രേഡഡ്, അതിങ്ങനെ ഒരഞ്ഞു പോയിട്ടുണ്ട്. റബ്ഡ്, അതാണ് അബ്രേഡഡ് മീൻസ് റബ്ഡ്, ഒരഞ്ഞിട്ടുണ്ട്. ബൈ ദ ബീച്ച്, അപ്പോൾ ബീച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏതോ ഒരു ഗ്ലാസ്, ആ ഗ്ലാസ് അവിടെ ഇങ്ങനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മണത്തരി കൊണ്ടോ കല്ലുകൊണ്ടോ നിലത്ത് കിടന്നിട്ടൊക്കെ ഇങ്ങനെ ഒരഞ്ഞു പോയിട്ടുള്ള ഗ്ലാസ് ഉണ്ട്. ഇത്തരം വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് കുട്ടികൾ കളിക്കുക. ആൻഡ് 6 or 7 ഷെൽസ്, അവിടെ ബീച്ച് പോയപ്പോൾ കിട്ടിയ ഷെൽസ് 6 or 7 ഷെൽസ് ഉണ്ട്. ഇനിയോ എ ബോട്ടിൽ ഓഫ് ബ്ലൂ ബെൽസ് ഫ്ലവേഴ്സാണ്, വയലറ്റ് കളറുള്ള ഫ്ലവേഴ്സാണ് ബ്ലൂ ബെൽസ്. അതൊരു കുപ്പിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ബ്ലൂ ബെൽസ് ഉണ്ട്. ആൻഡ് 2 ഫ്രഞ്ച് കോപ്പർ കോയിൻസ്, 2 ഫ്രഞ്ച് കോപ്പർ കോയിൻസ് ഉണ്ട്. റേഞ്ച്ഡ് ദർ വിത്ത് കെയർഫുൾ ആർട്ട്. റേഞ്ച്ഡ് മീൻസ് അറേഞ്ച്ഡ്, നല്ല ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം. അതായത് ഒരു ബോക്സ് ഓഫ് കൗണ്ടേഴ്സ്, കരിക്കലുണ്ട്, ഒരു കല്ല്, അതിന് റെഡ് വെയിൻഡ് സ്റ്റോൺ, ചുവന്ന കളർ കൊടുത്തതായിരിക്കാം, വരച്ചിട്ടുള്ള
കല്ലുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ഉണ്ട്, ഒരു ഒരഞ്ഞ അബ്രേഡഡ് ഗ്ലാസ് ഉണ്ട്, 6 or 7 ഷെൽസ് ഉണ്ട്, ഒരു ബോട്ടിൽ ഓഫ് ബ്ലൂ ബെൽസ് ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രഞ്ച് കോപ്പർ കോയിൻസ് ഉണ്ട് 2 ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് റേഞ്ച്ഡ് വിത്ത് കെയർഫുൾ ആർട്ട്, വളരെ മനോഹരമായിട്ട് അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ അവൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം അവൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ടു കംഫർട്ട് ഹിസ് സാഡ് ഹാർട്ട്, അവൻ്റെ ആ ദുഃഖമുള്ള ഹൃദയം കംഫർട്ട് ചെയ്യാൻ, സമാധാനിപ്പിക്കാൻ. അവിടെ സാഡ് ഹാർട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും സിനിക്ജക്ക് ഉണ്ട്. സിനിക്ജക്ക് ഞാൻ നേരത്തെ പറഞ്ഞു സാഡായിട്ടുള്ള ബോയിയാണ്. ആ ബോയിനെ മാറ്റിയിട്ട് ഹാർട്ടിലേക്ക് കൊണ്ടുവരുമ്പം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് സിനിക്ജക്കാണ് കേട്ടോ. ടു കംഫർട്ട് ഹിസ് സാഡ് ഹാർട്ട് എന്നാണ്. സോ വെൻ ദാറ്റ് നൈറ്റ് ഐ പ്രേഡ്, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തിനോട് പിതാവ് പ്രാർത്ഥിച്ചു. എന്താണ്? ടു ഗോഡ് ഐ വെപ്റ്റ്, എന്നിട്ട് പിതാവ് കരഞ്ഞു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, വെൻ അറ്റ് ലാസ്റ്റ് വി ലൈ വിത്ത് ട്രാൻസ്ഡ് ബ്രെത്ത്. പിതാവ് പറയാം, അവസാനം ഞങ്ങൾ മനുഷ്യന്മാരെയാണ് പറയുന്നത്, അവസാനം ഞങ്ങൾ വെൻ അറ്റ് ലാസ്റ്റ് വി ലൈ, ഞങ്ങളിങ്ങനെ ശയിക്കുമ്പോൾ കിടക്കുമ്പോൾ, വിത്ത് ട്രാൻസ്ഡ് ബ്രെത്ത്. ഇവിടെ ട്രാൻസ്ഡിന് നമുക്ക് സൈലൻ്റ് എന്നുള്ള മീനിങ് കൊടുക്കാം. സൈലൻറ്റ് ബ്രെത്ത്, അതായത് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ മനുഷ്യന്മാർ അവരുടെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത്, നോട്ട് വെക്സിങ് ദി ഇൻ ഡെത്ത്. വെക്സിങ് മീൻസ് അനോയിങ്, ദി മീൻസ് യു, പഴയ വാക്കാണ്, അർക്കായിക് വേർഡാണ്. അപ്പോൾ ദൈവത്തോട് പറയാണ്, നോട്ട് വെക്സിങ് ദി, ഞങ്ങൾ അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ നിന്നെ അനോ ചെയ്യാതെ അലട്ടാതെ കിടക്കുമ്പോൾ, ഇൻ ഡെത്ത്, ആ മരണത്തിൻ്റെ കിടക്കയിൽ. അപ്പോൾ ദീ എന്നൊക്കെ പഴയ വാക്കാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് സംശയം വരാം. അപ്പോൾ ദൈവത്തിനോടൊക്കെ പറയുമ്പം അത്തരം വളരെ ഫോർമലായ അവസരത്തിലൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി ആൻഡ് ദൗ മീൻസ് യു, ആൻഡ് ദൗ റിമെമ്പറസ്റ്റ് ഓഫ് വാട്ട് ടോയ്സ് വി മേഡ് അവർ ജോയ്സ്. അപ്പോൾ ദൗ റിമെമ്പറസ്റ്റ്, നീ ഓർക്കുന്നു ദൈവമേ, ഓഫ് വാട്ട് ടോയ്സ് വി മേഡ് അവർ ജോയ്സ്, എന്തെല്ലാം ടോയ്സ് വെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ സന്തോഷിച്ചത് ഭൂമിയിൽ. അതായത് ദൈവം നോ എന്ന് പറഞ്ഞ പല കാര്യങ്ങളിലും, അതായത് ഏർത്ത്ലി പ്ലഷർ പലതും ആവാം, മദ്യം പോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ, ഹാനികരമായിട്ടുള്ള നീ നോ എന്ന് പറഞ്ഞ തിന്മയായിരുന്നു ഞങ്ങളുടെ കളിപ്പാട്ടങ്ങൾ, ടോയ്സ്. ഞാൻ പറഞ്ഞു ടോയ്സ് എന്നതിന് മെറ്റഫറിക്കൽ മീനിങ് ഈ കവിതയിൽ എന്താണ്? ഏർത്ത്ലി പ്ലഷേഴ്സ് എന്നുള്ളതാണ്, ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും. ദൈവം നോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹൗ വീക്ക്ലി അണ്ടർസ്റ്റുഡ് ദൈ ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഹൗ വീക്ക്ലി, എത്ര നേർത്ത രീതിയിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അണ്ടർസ്റ്റുഡ്, ദൈ മീൻസ് യുവർ ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ്, ദൈവമേ നീ കമാൻഡ് ചെയ്ത ഗുഡ്, നന്മ, അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നീ നോ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. ദൈ ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ്. ദെൻ ഫാദർലി നോട്ട് ലെസ്, നീ ഒട്ടും ഫാദർലിക്ക് താഴെയല്ല എന്ന് വെച്ചാൽ നീ ശരിക്കും ഫാദർലി ആണ്. കൂടുതൽ പിതാവിൻ്റെ അത്ര സ്നേഹം നിനക്കുണ്ട്. അതായത് ഈ സംസാരിക്കുന്ന ഫാദർ ഉണ്ടല്ലോ, പിതാവ്, ഈ കുഞ്ഞിൻ്റെ പിതാവ്, അയാളെക്കാളേറെ ഫാദർലി ആണ് ദൈവമേ നീ എന്നാണ് പറയുന്നത്. ദൈ ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ്, ദെൻ ഫാദർലി നോട്ട് ലെസ് ദാൻ ഐ ഹും ദൗ ഹാസ്റ്റ് മോൾഡഡ് ഫ്രം ദ ക്ലേ. കണ്ടോ? അപ്പോൾ എന്താ പറഞ്ഞത്? എന്നെക്കാളേറെ ഒട്ടും ഫാദർലി അല്ലാത്തൊരാളല്ല ദൈവമേ നീ എന്ന് വെച്ചാൽ പിതാവ് പറയാ എന്നെക്കാളേറെ നല്ല പിതാവാണ് ദൈവമേ നീ. ഓക്കെ, ഇനി എന്നെ ഹും ദൗ യു ഹാസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ് ഹാഡ് ആ ഒരു അർത്ഥത്തിലാണ്. ദോ ഹാസ്റ്റ് മോൾഡഡ്, ഇവിടെ ഹാസ് മോൾഡഡ് ഉണ്ടാക്കി ഫ്രം ദ ക്ലേ കളിമണ്ണ്. അപ്പോൾ എന്നെ കളിമണ്ണിൽ നിന്നാണ് ദൈവമേ നീ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ കളിമണ്ണിൽ നിന്നും ഉണ്ടാക്കിയ എന്നെ, ഞാനൊരു പിതാവാണല്ലോ, ആ എന്നെക്കാളേറെ മികച്ച ഫാദറാണ് ദൈവമേ നീ എന്നാ പറഞ്ഞത്. ദൗൽ ടു ലീവ് ദൈ റാത്ത് കോപാണ്, എക്സ്ട്രീം ആങ്കറാണ്. ദൗൽ ടു ലീവ് നീ മാറ്റിവെക്കുന്നു, ദൗൽ ടു ലീവ് എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുന്നു, ദൈ റാത്ത് യുവർ റാത്ത് കോപം. ആൻഡ് സേ, എന്നിട്ട് പറയും, ദൈവം പറയും, അതായത് ദൈവം പറഞ്ഞ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാതെ തെറ്റിലേക്ക് മനുഷ്യന്മാരിങ്ങനെ ആ ടോയ്സിൽ ഏർത്ത്ലി പ്ലഷേഴ്സിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത്, അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം പറയും, ദൈവത്തിൻ്റെ കോപം മാറ്റി വെച്ചുകൊണ്ട് ഐ വിൽ ബി സോറി ഫോർ ദെയർ ചൈൽഡിഷ്നെസ്, മനുഷ്യന്മാരുടെ ചൈൽഡിഷ്നെസ്സിൽ ഐ വിൽ ബി സോറി, ഞാനെന്താണ് അതവർക്ക് മാപ്പ് കൊടുക്കുന്നു എന്ന് ദൈവമേ നീ പറയും. എന്നാൽ
ഞാനൊരു പിതാവാണ്, എൻ്റെ കുഞ്ഞൊരു തെറ്റ് ചെയ്ത സമയത്ത് 1 തവണ അല്ല, എനിവേ 7 തവണ ഉണ്ട്, പക്ഷെ എന്നാലും അതെങ്കിലും വീണ്ടും ആവർത്തിച്ച് തെറ്റ് ചെയ്യുന്ന സമയത്ത്, പക്ഷെ മനുഷ്യന്മാരെ ആവർത്തിച്ച് തെറ്റ് ചെയ്തിട്ടും ദൈവം ശിക്ഷിക്കുന്നില്ലല്ലോ മനുഷ്യന്മാരെ, അതാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ശിക്ഷിച്ചു എൻ്റെ മകനെ, അപ്പോൾ എന്നെക്കാളെ മികച്ച ഫാദറാണ് ദൈവം. അപ്പോൾ ദൈവത്തെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. അതേപോലെ തന്നെ മദർഹുഡിൻ്റെ നൊബിലിറ്റിയെക്കുറിച്ചും ഈ കവിത സംസാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വളരെ പെട്ടെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ കവിത പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.